നമസ്കാരം. ഇന്ന് ഒരു നോവലിൻ്റെ റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ അപ്പം മനസ്സിലായി ഇത് റിവ്യൂ ചെയ്യാനുള്ള വിവരം എനിക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള വാക്കുകൾ എനിക്കില്ല എന്നുള്ളത് മനസ്സിലായി. എങ്കിലും ഈ നോവലിനെ ഒന്ന് പരിചയപ്പെടുത്തണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായ ഒരു ഹോണ്ടഡ് ഫീല് അത് എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനകത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നായാടിയായി ജനിച്ച് IAS ഓഫീസറായ ഒരു മെയിൻ ക്യാരക്ടർ. കുറച്ച് പേജുകളേ ഉള്ളൂ, 88 പേജുകളിലായിട്ട് ആ എക്സ്പീരിയൻസ്, അയാളുടെ ചെറുപ്പം മുതൽ, ജനനം മുതൽ സീനിയർ IAS ഓഫീസർ സീനിയോറിറ്റി നേടിയ ആ സമയത്തെ അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ അമ്മയുമായിട്ടുള്ള ബന്ധം, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ പ്രജാനന്ദനുമായിട്ടുള്ള അങ്ങേരുടെ അസോസിയേഷൻ, ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. അങ്ങേരുടെ അകക്കണ്ണ് തുറപ്പിച്ചത് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളൂ അതിനകത്ത്. പക്ഷേ ഈ 88 പേജുകളിലായി കിടക്കുന്ന, നിവർന്ന് കിടക്കുന്ന ഭയങ്കര ആഴമുള്ള അപമാനത്തിൻ്റെ, ലജ്ജയുടെ, ഇൻസെക്യൂരിറ്റി ഫീലിൻ്റെ ആ ഒരു ഡെപ്ത്ത്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഒരു വാക്കുകളിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. അതിൽ ജയമോഹന് ഇതിലെ IAS ഓഫീസർ ധർമ്മപാലന് എങ്ങനെ IAS കിട്ടി, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് കൊടുത്ത ആൻസറാണ് ഇൻ്റർവ്യൂ ബോർഡ് ഇംപ്രസ്ഡ് ആയി മാറിയത്. അത് ഞാനൊന്ന് വായിക്കാം, കാരണം ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഇമ്പാക്റ്റ് തോന്നില്ല. IAS ഇൻ്റർവ്യൂവിന് വന്ന നായാടി ജാതിക്കാരനായ ധർമ്മപാലനോട് ഇൻ്റർവ്യൂ ബോർഡിലെ ഒരു അംഗം ചോദിക്കുന്നു, നിങ്ങൾ ഓഫീസറായി പണിയെടുക്കേണ്ട സ്ഥലത്ത്, നിങ്ങൾ വിധി പറയേണ്ട കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുക? ധർമ്മപാലൻ തൻ്റെ ജീവിതം കൊണ്ട് മറുപടി പറയുന്നു, ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ട് വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ഇതിൽ നിന്ന് തന്നെ, ഈ വാക്കുകളുടെ അല്ലെങ്കിൽ ഈ വരികളുടെ ഇടയിൽ നിന്ന് തന്നെ ആ ഈ നോവലിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. ചാട്ടവാറടി പോലെ വരുന്ന ഇതേപോലത്തെ അപമാനത്തിൻ്റെ, ഭയത്തിൻ്റെ, ശരിക്കും നായയെ പോലെ ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി, അതിൽ നിന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്ന അവൻ്റെ ഒരു സംവേദനക്ഷമത, അവന് എപ്പോഴും ലജ്ജയും അപമാനവും ഭയവും തന്നെയാണ് പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മയെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിച്ചിട്ട് പോലും അവന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സമൂഹത്തിൽ ഇവനൊരു മാന്യതയുടെ ഒരു വെള്ള ഷർട്ട് പുതച്ചിട്ടുണ്ട്, പക്ഷെ ആ വെള്ള ഷർട്ടിൻ്റെ പുറകിൽ 2 കണ്ണുകളാണ്. അവൻ എപ്പോഴും കാണുന്നത് അപമാനവും നിന്ദയും മാത്രമാണ്. അപ്പോൾ ഈ ഒരു സംവേദനക്ഷമത അവനെ എന്താക്കി, അവൻ വലിയൊരു കസേരയിൽ ഇരുന്നിട്ട് പോലും അവൻ്റെ ആ ഒരു ഭാവം, അല്ലെങ്കിൽ ആ ഒരു ഫീൽ, ആ ഒരു സ്റ്റാറ്റസ്, അതിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. എന്നും എപ്പോഴും അനുഭവിക്കുന്ന ഇതേപോലത്തെ നിന്ദ, ഭയം, അപമാനം. ഇത് അവർണൻ്റെ പ്രശ്നമോ അതോ സവർണൻ്റെ പ്രശ്നമോ? ഈ ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഈ ജാതി വ്യവസ്ഥയുടെ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ വളരെ ചുരുക്കം വാക്കുകളിൽ ഈ മനോഹരമായിട്ട് ജയമോഹൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച്, അല്ലാതെ ഞാൻ അതിൻ്റെ ഫീല് ജനിപ്പിക്കാൻ എന്നെക്കൊണ്ട് അതിനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വായിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അവരുടെ വേദന എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ജാതിയല്ല പ്രധാനം, മനുഷ്യരാണ് പ്രധാനം എന്നുള്ള ആ ഒരു ബോധം അടുത്ത തലമുറയ്ക്കെങ്കിലും നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ബുക്കുകൾ ചിലപ്പോൾ ഒരു ലൈറ്റ് റീഡിങ്ങിന് നമ്മൾ എടുക്കുന്നതായിരിക്കും, പക്ഷെ നമ്മളെ ആകെ തകർത്ത് കളയും. ഇങ്ങനത്തെ റിയാലിറ്റികളും ഉണ്ടോ, ഇത്ര അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥയൊന്നും നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ അത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്ത് ആ ജയമോഹൻ്റെ കഴിവ്, അത് വായനക്കാർക്ക് ആ ഫീല് പകർന്നു കൊടുത്തു. ആ ജയമോഹൻ്റെ കഴിവ്, അതിനെ ഞാൻ വളരെയധികം നമിക്കുന്നു, വേറെ ഒന്നും പറയാനില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒന്ന് വായിക്കുക. നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊന്ന് അറിയുക.